എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ ഖത്തറിലും ഇസ്രായേലിലും ഇന്നലെ ഉണ്ടായ ബോംബിങ്ങിനെ കുറിച്ചാണ്. നാം ഒന്ന് പ്രധാനമായി ചിന്തിക്കേണ്ടത്, ഒരു രാജ്യത്തിൻ്റെ ഏത് ഭരണാധികാരികളും ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവരുടെ രാജ്യത്തിൻ്റെ പ്രജകളെയാണ്. അവരുടെ സുരക്ഷിതത്വവും അവരുടെ പുരോഗതിയുമാണ് ഏതൊരു ഭരണാധികാരിക്കും ആദ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ. എപ്പോഴും ഒരു രാജ്യത്തെ സുരക്ഷിത വലയത്തിൽ ആയിരിക്കണം ആ രാജ്യം മറ്റുള്ളവരുടെ മുന്നിൽ കാണേണ്ടത്. നമ്മുടെ സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായി നാം കഴിയുന്നതും മറ്റൊരു രാജ്യക്കാരെയും നമ്മുടെ ശത്രുപക്ഷത്തിൽ ആക്കരുത്. നാം നല്ലത് ചെയ്താൽ തന്നെയും പലരും നമ്മളെ ശത്രുക്കളായി കാണാറുണ്ട്. അത് സ്വാഭാവികത. അതിപ്പോഴും നമ്മുടെ രാജ്യാന്തര തലങ്ങളിൽ നോക്കിയാലും നമ്മുടെ ലോക്കലായി നോക്കിയാലും ഏത് സർക്കിൾ നോക്കിയാലും തെറ്റ് ചെയ്തില്ലെങ്കിലും നാം ചിലപ്പോൾ ശത്രുക്കളായി മറ്റുള്ളവർക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ സബ്ജക്റ്റ് പ്രധാനമായി നാം എടുക്കേണ്ടത് ഖത്തറും ഇസ്രായേലിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇസ്രായേൽ എപ്പോഴും ഫൈറ്റ് ചെയ്യുന്നത് തീവ്രവാദത്തിനെതിരായിട്ട്, അതായത് ഹമാസാണ്. ഈ ഹമാസ് ഇസ്രായേൽ കയറി നടത്തിയ രക്തച്ചൊരിച്ചിലുകളുടെ അനന്തര ഫലങ്ങളാണ് ഇപ്പോൾ പാവം പിടിച്ച പാലസ്തീനികൾ അനുഭവിക്കുന്ന ദുരന്ത കഥകൾ. എന്നാൽ ഈ പാലസ്തീനികൾ കൂടുതലും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ തീവ്രവാദം കാരണം തന്നെയാണ്. അവരുടെ തീവ്രവാദത്തിന് നേതൃത്വം നൽകുന്നതും തീവ്രവാദം നടത്തുന്നതും ഹമാസാണ്. ഈ ഹമാസ് അതിൻ്റെ നേതാക്കൾ മറ്റു പല രാജ്യങ്ങളിൽ വരുന്നു സുരക്ഷിതമായി അവരുടെ തീവ്രവാദത്തെ നിയന്ത്രിക്കുന്നു. എന്നാൽ ഖത്തർ സമാധാന ശ്രമങ്ങൾക്ക് വേദി ഒരുക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അത് പ്രശംസനീയമാണ്, നല്ലതാണ്. എന്നാൽ അവിടെ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത്, സമാധാന ശ്രമം നടത്തണം. അത് എല്ലാ രാജ്യക്കാരും, ലോകത്തിലുള്ള ഏത് ഭാഗത്തുള്ള രാജ്യക്കാരും അത് ശ്രമിക്കാറുണ്ട്. എന്നാൽ തീവ്രവാദ മൈൻഡുള്ളവർക്ക് അവർക്ക് ഒരു സംവിധാനമൊരുക്കുക, അവർക്ക് അവിടെ എവിടെയെങ്കിലും രാജ്യത്തിരുന്ന് ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ ഈ ഭീകരപ്രവർത്തനം ഏത് രാജ്യത്തിലാണ് നടത്തുന്നത് ആ രാജ്യത്തിലുള്ളവർക്ക് ഇവർക്ക് അടിസ്ഥാന സൗകര്യം കൊടുത്ത രാജ്യങ്ങളെ മിത്രങ്ങളായി കാണാൻ സാധിക്കില്ല, മറിച്ച് ശത്രുക്കളായി മാത്രമേ കാണാൻ സാധിക്കൂ. നീണ്ട നാളുകളായി ഖത്തറിൽ ഇവർക്കുള്ള ഈ തീവ്രവാദ സംഘടനകളുടെ നേതാക്കന്മാർക്കുള്ള താമസ സൗകര്യവും മറ്റുമൊക്കെ അവിടെ കൊടുക്കുമായിരുന്നു. ഇതുവരെയ്ക്ക് അത് തന്നെയായിരുന്നു. എന്നാൽ അത് ഖത്തർ ഒരു പുനർചിന്ത ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. എന്നാൽ ഇനിയുമുണ്ട്, സമയം കഴിഞ്ഞിട്ടില്ല. ഇനിയെങ്കിലും രാജ്യ താൽപ്പര്യങ്ങളെ മുൻനിർത്തി, അതായത് ഖത്തറിൻ്റെ സുരക്ഷിതത്വവും ഖത്തറിലുള്ള ജനങ്ങളുടെ സുരക്ഷിതത്വവും കണക്കിലെടുക്കുമ്പോൾ ഖത്തർ ഒരിക്കലും തീവ്രവാദ സംഘടനകളിലുള്ള നേതാക്കന്മാരുടെ ആ രാജ്യം ഇരുന്നുകൊണ്ട് അവരുടെ മറ്റു തീവ്രവാദ പ്രവർത്തനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കരുതായിരുന്നു. അത് ഖത്തർ ഉണ്ടാക്കിയതല്ല. ഖത്തർ നല്ലൊരു മനസ്സ് വെച്ച് ശരി, അവർ സമാധാനമായി വേണ്ട ഒരു സംവിധാനം കൊടുക്കുമ്പോൾ, പക്ഷേ അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഖത്തറിൽ നിന്നാണെന്നുള്ളൊരു തോന്നൽ ഇസ്രായേലിനുണ്ടായി. അവർ ഇതിൽ നിന്നും
ഒരു പക്ഷെ അവർ ഒരു പ്രകോപനവുമില്ലാതെ ആ നേതാക്കന്മാർ ക്യാമ്പ് ചെയ്ത ആ കെട്ടിടത്തിൻ്റെ മുകളിൽ ബോംബിങ് നടത്തി. പക്ഷേ ലോകജനത അറിയുന്ന എന്താണ്? ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചു. ഇസ്രായേൽ ആക്രമിച്ചത് യഥാർത്ഥത്തിൽ ഖത്തറിനെയല്ല, ഖത്തർ ജനതയല്ല, ഖത്തർ സമൂഹത്തെയല്ല. അവർ ആക്രമിച്ചത് അവരുടെ രാജ്യത്ത് ആക്രമണം നടത്തുന്ന തീവ്രവാദികൾ തങ്ങിയിരുന്ന ക്യാമ്പിലായിരുന്നു. അത് ഉണ്ടായത് അവിടെ തീവ്രവാദി ഉള്ള കാരണം കൊണ്ടാണ്. ഇനിയെങ്കിലും ഖത്തർ ഭരണാധികാരികൾ ഇത് ഒന്ന് ശ്രദ്ധിക്കുക. തീവ്രവാദികൾക്കുള്ള ഒരു ബേസ് ഒരു രാജ്യക്കാരും ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. അതേത് രാജ്യമായിരുന്നാലും അവർക്ക് എതിരായിട്ട് ഇവർ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏത് രാജ്യവും ഇവർക്ക് എഗൻസ്റ്റായിട്ട് പെരുമാറും. അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഏത് രാജ്യമായിരുന്നാലും ആ സ്ഥാനങ്ങളിൽ അവരെ നശിപ്പിക്കാൻ എത്തും പല രീതിയിലും. അതാണ് ഇപ്പോൾ ഖത്തറിൽ സംഭവിച്ചത്. ഇനിയെങ്കിലും അത് സംഭവിക്കാതിരിക്കട്ടെ. കാരണം ഭാഗ്യവശാൽ വലിയ കാഷ്വാലിറ്റി ഒന്നും ഉണ്ടായിട്ടില്ല. ഖത്തറിന് അങ്ങനെ വലിയ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അവർ അറ്റാക്ക് ചെയ്ത് സസൂക്ഷ്മം അവർ തീവ്രവാദി നേതാക്കന്മാർ താമസിച്ചിരുന്ന ക്യാമ്പിലായിരുന്നു, ആ കെട്ടിടത്തിലായിരുന്നു. ഇനിയെങ്കിലും ഇങ്ങനെയുള്ളൊരു സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. സമാധാനമായി ജീവിക്കുന്ന സമാധാനപ്രിയരാണ് ഖത്തർ നാഷണാലിറ്റീസും അതിൻ്റെ ഭരണാധികാരികളും. ഒന്ന് ശരിയായിട്ടൊന്ന് ചിന്തിച്ച് ഇനിയുള്ള ഈ പ്രവർത്തനങ്ങൾ, സമാധാന ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം കൂടി ഉറപ്പുവരുത്തുക. അത് വളരെ പ്രധാനമാണ്. ഓരോ ഭരണാധികാരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം അവരുടെ രാജ്യവും രാജ്യത്തിലെ പ്രജകളെയുമാണ്. അതായിരിക്കണം ഏതൊരു ഭരണാധികാരികളുടെയും മനസ്സിൽ ആദ്യം കാണേണ്ടത്. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു വാർത്തകളുമായി. താങ്ക് യു.